വീട്ടിൽ സാബുച്ചേട്ടൻ വന്നതിന് ശേഷം വീട്ടിലുള്ളവർക്കൊക്കെ ആകെ ഒരു ടെൻഷനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എന്തു പറ്റി പെട്ടെന്ന് 2 ആഴ്ച ഉണ്ടാകുമെന്ന് കൂടി പറഞ്ഞു. അതെന്താണ് ഈ 2 ആഴ്ച നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സാബു പറഞ്ഞത്, നിങ്ങളൊന്നും മര്യാദക്ക് കളിക്കുന്നില്ല, നിങ്ങൾ കളി പഠിപ്പിക്കാൻ വന്നതാണെന്ന്. ഒരു തരത്തിൽ സത്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ഇവർക്കൊക്കെ ആകെ ടെൻഷനായിട്ടുണ്ട്. അയ്യോ സീസൺ 1 നെഗറ്റീവായിട്ടാണോ പുറത്ത് പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഇല്ലാതില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു രാത്രി മുഴുവൻ ഇരുന്ന് സാബുച്ചേട്ടനോട് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു ഷാനവാസും അനീഷൊക്കെ വെളുപ്പിന് 5:30 വരെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഇന്ന് ബിഗ് ബോസ് സാബുച്ചേട്ടന് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ച് സാബുച്ചേട്ടന് തോന്നിയ കാര്യം എന്താണ് അത് പറയാണ്. ഇവരൊക്കെ എഴുതിയെടുക്കുന്നുമുണ്ട്. ഒരു പക്ഷേ ഇവരുടെ കളി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കൊടുക്കുന്ന ഒരു അവസരമാണ്. ഇതൊക്കെ മനസ്സിലാക്കിയ ഒരു കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇവിടെയുള്ളവരെല്ലാവരും ചൊറിഞ്ഞ് മെന്റലി ഡൗൺ ആക്കാൻ തന്നെയാണ് സാബുച്ചേട്ടനോട് ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിലൊന്നും തളരാതെ പിടിച്ചു നിൽക്കുന്നവരാണ് നല്ല ഗെയിമേഴ്സ്. അങ്ങനെയുള്ളവർക്ക് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ മനസ്സിലാക്കി തന്നെ അവർ കളിക്കട്ടെ. എന്തായാലും ഇന്നത്തെ ലൈവിൽ ഒരു കിടിലൻ ടാസ്ക് കൊണ്ടുവരുന്നുണ്ട്. എല്ലാവരെ കുറിച്ചും, അതായത് ഓരോ കണ്ടസ്റ്റൻസിനെ കുറിച്ചും സാബുച്ചേട്ടൻ എന്താണോ തോന്നിയത് ആ ഒപ്പീനിയൻ പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഇവരുടെ കളി വളരെ മനോഹരമായി ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനോ ഇവർക്ക് സാധിച്ചേക്കാം. ഇതിൽ അറക്കാൻ വെച്ചിരിക്കുന്ന ഒരാളായിട്ടാണ് കേട്ടോ നിവിനെ സാബുച്ചേട്ടൻ പറയുന്നത്. അനുമോളുടെ കാര്യമാണെങ്കിൽ ശപിച്ച് ഇല്ലാണ്ടാക്കി കളയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ അക്ബറിനെ കുറിച്ച് പറയുന്നുണ്ട്, അക്ബർ അറക്കാൻ വെച്ച് കൊടുക്കുകയാണ് എല്ലാവരെയും എന്നൊക്കെ. ആര്യനാണെങ്കിൽ ജിസേലിൻ്റെ തുണികളൊക്കെ കൊടുത്ത സംഭവമൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ ഇതൊക്കെ മനസ്സിലാക്കി അവർ ഇനി മുന്നോട്ട് കളിക്കട്ടെ. എന്തൊക്കെയൊരു ട്വിസ്റ്റും 7ൻ്റെ പണിയും ഇന്നത്തെ ടാസ്കിൽ വരുന്നുണ്ട്. അതെന്താണെന്ന് ലൈവ് കണ്ട് നമുക്കറിയാം. അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.